സഹദേവാ. ഓ സഹദേവാ, ഓ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? എന്റെ ആശാരെ, നാളത്തെ കഴിഞ്ഞ എന്റെ കല്യാണമല്ലേ, കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് നൈറ്റ്. ഓ ഇത് രണ്ടും ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. എടാ നീ ഇവിടെ ഇരി. സമായിട്ട് ഇരി. എടാ നിന്റെ പേടി മാറാൻ വേണ്ടിയല്ലേ മേസ്ത്രിയായി ഞാൻ വർഷവും പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. എന്താ നിന്റെ വിഷയം? കർത്താ പറ. എന്റെ ആശാൻ ഇന്നേ വരെ ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടുമില്ല, ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ നാളെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ എന്ത് ചെയ്യാ? ഞാൻ പറയട്ടെ, നീ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണോ? നിനക്ക് എന്റെ വർഷപ്പിൽ വരുമ്പോ സൈക്കിൾ ഓട്ടിക്കാൻ അറിയായിരുന്ന? ഇല്ലായിരുന്നു. നീ ഇപ്പൊ ബുള്ളറ്റ് ഓടിക്കണില്ലേ? പിന്നെ ഇത്രേ ഉള്ളു ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഫസ്റ്റ് നൈറ്റ് നമ്മൾ സൈക്കിളുമായിട്ട് വേണമല്ലോ അകത്തിയല്ല. ഒന്നുള്ള സൈക്കിൾ അടിച്ച് കൊല്ലും. ഇതെന്ത് ചെയ്യും? എടാ നീ അതൊന്നും പേടിക്കണ്ട. നിന്റെ പേടി മാറ്റാൻ വേണ്ടി നമ്മളെ കൂടെ ജോലി ചെയ്യണ വിനോദില്ലേ വർഷോപ്പില്, അവനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന് പെണ്ണുങ്ങളുടെ കേസിൽ PhD എടുത്തവരാ. എന്റെ ദൈവമേ, അവനോട് പറഞ്ഞ ഇത് അവനറിഞ്ഞെങ്കിൽ ഈ നാട്ടുകാർ മുഴുവനും അറിയൂ. ധൈര്യമായിട്ടില്ലടാ, അവൻ വന്ന ഒരു വിഷയമില്ലെന്ന്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ എന്തായാലും. വർഷം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞ ഇവന്റെ ആദ്യ രാത്രിയല്ലേ? ആദ്യ രാത്രി കല്യാണമൊക്കെ മറ്റന്നല്ലേ? അതല്ല, നിനക്ക് അറിഞ്ഞോട് പെണ്ണുങ്ങളെ പേടിയല്ലേ, അതുകൊണ്ടല്ലേ എന്നെ പിടിച്ചിവിടെ നിർത്തിക്കണത്. അയ്യേ, പെണ്ണുങ്ങളെ പേടി തന്നെ മേശരി ഇങ്ങേരും കൂടെ മറ്റേ ആദ്യ രാത്രി ആഘോഷിക്കാൻ. അതല്ല, ഇവന് പേടിയാണത് മാറ്റി കൊടുക്കണം. മേശരി ആ വിഷയം ഒന്നല്ല. ഈ കല്യാണം ആകുമ്പോഴേ പൊതുവെ പയ്യന്മാർക്കൊക്കെ ഉള്ള ടെൻഷനാണ്. കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അതല്ല വിഷയം. കഴിഞ്ഞ ആഴ്ച ഞാൻ അടുത്ത് ചോദിച്ചു ആദ്യ രാത്രിയെ കുറിച്ച് അറിയാമോന്ന്. എന്താണെന്ന് പറഞ്ഞത് നീ കേട്ടു നോക്ക്. എന്താണ് ആദ്യ രാത്രി? അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് എന്റെ പെണ്ണ് ഒരു ഗ്ലാസ് പാലുമായിട്ട് റൂമിലേക്ക് ഇങ്ങനെ നടന്നു വരും. അവളുടെ കയ്യിൽ ഞാൻ പാല് മേടിച്ചിട്ട് ഞാൻ കുടിക്കുന്നു, പകുതി അവൾക്ക് കൊടുക്കുന്നു. അവനെല്ലാം അറിയാലോ, പിന്നെന്ത് ബാക്കി കേള്. എന്നിട്ട് ഞങ്ങൾ രണ്ടിനും കൂടി ഇങ്ങനെ ബെഡേൽ വന്നിരിക്കും. ഓക്കെ, കണ്ണിൽ നോക്കിയിരിക്കും. അന്നേരം 2 റോസാപ്പൂക്കൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് തമ്മിലൊരസം. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളും ഉണ്ടാകും. ഒരയ്ക്കൊന്നും തല പിടിച്ച് ഞാൻ തറയെ ഉരയ്ക്കട്ടെ. മെനഞ്ഞാന്ന് ഞാൻ ഉരച്ച്. നീ ഇത്ര കിണയാടാ നീ? ഇത് സിനിമയ്ക്കകത്തൊക്കെ അങ്ങനെയാണല്ലോ ഞാൻ കണ്ടേക്കണത്. സിനിമയ്ക്കകത്ത് അങ്ങനെയാ. നീ ഇങ്ങോട്ട് വാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ ഞാൻ ഒരു മേസ്ത്രിയോണ്ട് പറയല്ല, ഞാന് ഒരു ഉദാഹരണം പറയാം. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാഹനം പോലെയാണ്. വാഹനം പോലെ? അതെങ്ങനെ? കല്യാണത്തിന് മുമ്പുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ട്രിക് വാഹനം പോലെയാണ്. ഇലക്ട്രിക് വാഹനം? അത് കറക്റ്റ് ആണ്ടാ. ഈ നമ്മള് പയ്യന്മാരിന്ന് കമന്റ് അടിച്ചാൽ ഒന്നും മിണ്ടാതെ പോകും, വരും ഇങ്ങനെ പോകും. കല്യാണത്തിന് അണിഞ്ഞൊരുക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാരാണ്? ഷോറൂമിൽ നടക്കുന്ന വാഹനമാണ്. കറക്റ്റ്. അത് ഹാരം, നാരങ്ങ, റിബണൊക്കെ കിട്ടി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ആട്രഷ പോലെയാണ്. ആട്രഷ. ഈ അമ്മായിമ്മയെ കാണിക്കാൻ വേണ്ടി അടുക്കളയിട്ട് പോകുന്നു, വെട്ടിത്തിരിക്കുന്നു, ബാത്റൂം പോകുന്നു, വെട്ടിത്തിരിക്കുന്നു, ബെഡ്റൂം വരുന്നു, വെട്ടിത്തിരിക്കുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷമുള്ള പെണ്ണെന്ന് പറയുന്നത് ട്രെയിൻ പോലെയാണ്. ട്രെയിൻ പോലെ? അത് 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു വില വിളിച്ചോണ്ട് അങ്ങോട്ടൊരു പോക്ക്, ഇങ്ങോട്ടൊരു പോക്ക്. ഇടയ്ക്കുള്ള നമ്മൾ കയറി എന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ടൊരു പോക്കങ്ങ് പോകും. ഇതാണ് പെണ്ണെന്ന് പറയണത്. ഒരു പരിഹാരം പറഞ്ഞു താ. ഇതിന് പരിഹാരം എന്ന് പറയുമ്പോ ഇപ്പൊ വേറെ എന്ത് സംഭവം പറഞ്ഞു? കാരണം ഇവൻ നടക്കൂല. കാര്യം ചെയ്യാം, ഇവന് തിയറി പറ്റൂല, ഇവന് പ്രാക്ടിക്കലേ അടക്കുള്ളൂ. നിനക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലേണേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് കിട്ടും. നിങ്ങൾ എന്താണ് തിയറി പറ്റൂല, പ്രാക്ടിക്കലേ പറ്റുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുണ്ട്. അവന് പഠിപ്പിക്കാനാ? ഇത് വേണമെങ്കിൽ പോട്ടെ, അവൻ പഠിക്കട്ടെ. ഇത് എല്ലാം അറിയാന്നുള്ള ഒരു ധാരണ നിനക്കുണ്ട്. എല്ലാം പെണ്ണിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ അവന്. ആദ്യം എനിക്കൊന്നിറങ്ങാം, ഞാൻ ഒന്ന് പഠിക്കട്ടെ. നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ കേട്ടാ. നിങ്ങൾ പോണം, പെണ്ണിനെ അവനെ അറിയാത്തില്ലേ മറ്റൊന്ന്. മാറിയില്ല അങ്ങോട്ട്, ആ പെണ്ണിനെ വിളിക്കാം. ചെറുക്ക റെഡിയാണ്. ഇതാണോ ചെറുക്കൻ? ഇതാണ് ചെറുക്ക. എല്ലാം പഠിപ്പിച്ചു കൊടുക്കണേ, പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ചേട്ടൻ കാത്തിരുന്ന് ക്ഷീണിച്ചോ? കാത്തിരിക്കാൻ ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. ഡയറക്റ്റ് ചെയ്ത് തുടങ്ങണം. ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ആരുമില്ല. അതല്ല ഡയറക്ടറിന്റെ ക്യാമറമാൻ്റെ കുറവുണ്ട്. അത് ഞാൻ ക്യാമറ ആയി, ഞാൻ ഡയറക്ടറാണ്. ആദ്യം വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് സ്നേഹമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഒന്ന് ഇതൊക്കെ എനിക്ക് റെഡിയാണല്ലോ. ആക്ഷൻ! സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില അഭിനേതാക്കൾക്ക് ഈ ഡയറക്ടറും ക്യാമറ നിന്ന് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റൂല. ഇന്റിമസി സീനല്ലേ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് മാറിയേക്കാം. ഡയറക്ടർ വിളിപ്പോ ക്യാമറമാൻ എവിടെ വേണമല്ലോ. അങ്ങനെ ഉണ്ടാക്കണ്ട, ക്യാമറമാനും വേണ്ട. കുഴപ്പമില്ലെന്ന്. ഞാൻ കൊണ്ടുവരാം. ക്യാമറമാൻ വേണ്ടായിരിക്കും.
ക്യാമറ എവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വന്ന് ഇരിക്കു ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും പരിങ്ങി കളിക്കുന്ന ഇവിടെ ഇരിക്കണോ? എന്നെ കാത്തിരുന്ന് ക്ഷീണിച്ചോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല, പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ കാത്തിരിക്കണത്? ചേട്ടൻ എന്തിനാ ചേട്ടാ? ചേട്ടൻ വന്നേ. കയ്യിന്ന് വിട് കൊച്ചേ. എന്താണിത്? ഇങ്ങോട്ട് വരാൻ. ഓടല്ലേ? ആഹാ അത്രക്കായ എന്നാ ഇന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എവിടെ നിക്കണോ? ഇവിടെ നിക്കാനാ പറഞ്ഞ. ഇവിടെ നിക്കാൻ നിന്നോടാ നിക്കാൻ. എന്റെ ദൈവമേ, അയ്യോ അയ്യോ എന്റെ അമ്മേ, അയ്യോ എനിക്ക് വയ്യ. അമ്മേ എനക്കൊന്നും അറിഞ്ഞൂടല്ലടാ, എനക്കൊന്നും അറിഞ്ഞൂടല്ലേ? കൊച്ചിന് കിതപ്പ് നിൽക്കില്ല, നിനക്കൊന്നും അറിഞ്ഞൂടല്ലടാ. നീ എന്നെ മണ്ടറാക്കിയല്ലടാ. എന്തൊക്കെയാണ് പറയണത്? എനിക്കറിയാം. എന്താ ഇവിടെ? അയ്യോ ഇയാളുടെ പുറകെ കിടന്ന് ഓടിയിട്ടാണ് ഞാൻ കഥച്ചത്. ഓടിയിട്ടാ? ആണെങ്ങനെ വില കളയാൻ വേണ്ടി ഓടിയിട്ടെന്ന് ചെയ്യണം. മേശിൽ കഷ്ടപ്പെട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കലുണ്ടോ? എന്റെ കല്യാണത്തിന് മേശിൽ ഇതേപോലെ ഇറക്കി തരേണ്ടേ? നോക്കട്ടെ, നിനക്ക് അറിയാന്നുള്ളല്ലോ ചെയ്യും. തുടങ്ങിയോ. റെഡി, ആക്ഷൻ. ചേട്ടൻ കാത്തിരുന്ന് ക്ഷീണിച്ചോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനിവിടെ കിടന്ന് ഉറങ്ങും. കൊച്ചങ്ങോട്ടേക്ക് തന്നെ പോയി കിടന്നു. ഇങ്ങനെയാണോ ചെയ്യണത്? ഞാൻ ചെയ്ത് കാണിച്ചാൽ കല്യാണ ചെറുക്കിന് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. കണ്ടോ എന്തെങ്കിലും പടി. ഇങ്ങനെയാണ് ചെയ്യണേ. ആക്ഷൻ. ചേട്ടൻ കാത്തിരുന്ന് ക്ഷീണിച്ചോ? നിനക്ക് വേണ്ടി എത്ര കാലം വേണോ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും? ചേട്ടാ പാല് പാതി കുടിച്ചിട്ട് പാതി തരൂ. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് കുടിക്കാം മോളെ. ഭയങ്കര ക്ഷീണമല്ലേ ചേട്ടാ? കല്യാണം ഒന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ കാണും. പിന്നെ ഈ ബന്ധുക്കളെയൊക്കെ നമുക്ക് അങ്ങ് പറഞ്ഞു വിടാം അല്ലേ മോളെ? അത് ശരിയാ. ആമാ എന്റെ പൈസ ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കാൻ വിട്ടുകൂടെ? കൂട്ടുകാർക്കല്ല സ്മോൾ കൊടുക്കാൻ പോകണം. നമുക്ക് കിടന്നു പിന്നെ, കാരണം നമുക്ക് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളിനി അധികം നേരം ഇരിക്കുന്ന കാര്യമില്ല. പിന്നെ നമുക്ക് ആദ്യം ഉണ്ടാവുന്ന കൊച്ചിനെ ആൺകൊച്ചു വേണോ പെൺകൊച്ചു വേണോ? എനിക്ക് ആൺകൊച്ചു മതി. നീ പെൺകൊച്ചു മതി. എനിക്ക് ആൺകൊച്ചു മതി. പെൺകൊച്ചു മതി. ആൺകൊച്ചു മതി. പെൺകൊച്ചു മതി എന്ന് പറഞ്ഞില്ലേ? പെൺകൊച്ചു മതി. ഞാൻ പറഞ്ഞില്ലേ പെൺകൊച്ചു ഫിക്സ്. പെൺകൊച്ചു അതെന്തോ അതേത് കൊച്ച്? നിന്റെ മൂത്തമ്മ പളനി പഠിപ്പിക്കാൻ വേണ്ടി കാണിക്കണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണ്ട? അതെ, കൊച്ചവൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവാൻ തോന്നുന്നില്ല. കൊച്ചു നോക്കിയപ്പോ കുറച്ച് പൈസ ഇവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. ഞാനൊരു ജോലി ഏറ്റെടുത്ത് ആ ജോലി കൃത്യമായി ചെയ്ത് അതിന്റെ പൈസ മേടിച്ചിട്ട് ഞാൻ പോവുള്ളൂ. 500 വേണേ കൂടുതൽ തരാം. കൊച്ചു പോ, കുഴപ്പമില്ല, സാരമില്ല. നിങ്ങളുടെ തക്കാപ്പിച്ചോണ്ടി ആവുമ്പോന്നല്ലേട്ടാ. അതാണ് ചില ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ്, വായിക്കുന്ന പൈസക്ക് കറക്റ്റ് ജോലി ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പൈസ നമുക്ക് ലാഭിക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ മറ്റു പെർഫോം ചെയ്തോ ഒന്നുമില്ലെങ്കിൽ പറയാലോ, നല്ല ആർട്ടിസ്റ്റുമായിട്ട് പെർഫോം ചെയ്തു. ഐ ലവ് യു. ഞാൻ എന്റെ പാട്ടിന് പോവാ, എനിക്ക് ഇതൊന്നും പറ്റത്തില്ല. എന്താ നിന്റെ പ്രശ്നം? എന്താ? എനിക്ക് ഞാൻ ഇന്നേ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടില്ല. എനിക്ക് പെണ്ണുങ്ങളോട്ട് ഇടപെട്ട് ശീലയില്ല. നീ എന്റെ കയ്യിലും തൊട്ടെ. തൊട്. മര്യാദ പിടിക്കടാ. നിനക്ക് വല്ലതും പറ്റിയാ? ഇല്ല. ഇത്രേ ഉള്ളു കാര്യം. നിനക്കേ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാ? പിന്നില്ലേ. ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാ? അത് മാത്രമേ ഉള്ളൂ. ഇത്രയും മതി ഒരു പെണ്ണിന്. ഒരു പെണ്ണിന്റെ പ്രോബ്ലംസ് എന്താന്നറിഞ്ഞ് അത് തീർത്തു കൊടുക്കുന്ന പുരുഷനെയാ പെണ്ണിന് ഇഷ്ടം. അതാണ് കണ്ടാ എങ്ങനെയുണ്ട്? അതാണ് പറയേണ്ട സമയത്ത് കറക്റ്റ് മെസ്സേജ് വെച്ചാട്ടാ കൊച്ചു. കറക്റ്റ് ഇതാണ്. കുറെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ കുറിച്ച് എനിക്ക്, അതെല്ലാം മാറി. ഇനിയിപ്പം നാളത്തെ കഴിഞ്ഞ എന്റെ കല്യാണം, ഫസ്റ്റ് നൈറ്റ്, ഞാൻ അടിച്ചങ്ങ് പൊളിക്കുമല്ല. ഹാപ്പി മാരീഡ് ലൈഫ്. അയ്യോ, ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു, അവള് വിളിക്കുന്നു. ഹലോ ഹലോ. ആ സുഭദ്രാമോൾ TV പറയൂ. വിനോദാരാ? വിനോദാ? എന്റെ കൂട്ടുകാരനാ. അടുത്ത കല്യാണം അതെ, ഞാനിപ്പോ ഒരു ലൈവ് കണ്ടിരുന്നു. ആ, കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് നൈറ്റ് റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പയ്യനെ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട. ഈ കല്യാണം എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കരുത്. അവള് കട്ട് ചെയ്ത് കാര്യം പറ. എന്റെ ആശാന ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവള് കണ്ട്. എങ്ങനെ? ഏതോ ഫോണിൽ നിന്ന് ലൈവ് പോയി. അത് ആരുടെ ആ കിഴങ്ങ ആരുടെ? ഇവ നിന്റെ ഫോണിൽ നിന്നാ പോയത്, വിനോദിന്റെ ഫോണിൽ നിന്നാ പറഞ്ഞത്. എന്റെ ഫോൺ എന്റെ കയ്യിലല്ല. നിന്റെ ഫോൺ എന്തായിരുന്നു? കൊണ്ടുവച്ചിരിക്കുന്നു.
അയ്യോ ചെറിയൊരു അബദ്ധം പറ്റി ക്യാമറ എന്നും പറഞ്ഞ് ഓൺ ചെയ്ത ലൈവ് ആയി പോയി. അമ്മ വിളിക്കണേ, അമ്മ വിളിക്കണേ. പറയാമ്മ, അത് ഒരു ഷോർട്ട് ഫിലിം അമ്മ. ഞാൻ അതിനകത്ത് ചുമ്മാ വന്നേ അമ്മ. അമ്മ കണ്ടല്ലേ കളവി എന്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ കയറണ്ടെന്ന്. ഇക്കാത്ത സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം പിടിച്ച കുരുക്ക് പിടിച്ച പരിപാടിയാണ്. ശ്രദ്ധിക്കണ്ടായിരുന്നാ? വീട്ടിൽ കയറണമെന്ന്, ഒറ്റ കാര്യമാണ്. വീട്ടിൽ കയറണമെന്ന്, ആ ഇനി കാരണ്ട വീട്ടിൽ കയറണമെന്ന്. വേണ്ട എന്റെ ഫോൺ അടിക്കണേ. അയ്യോ വീട്ടിൽ നിന്ന് ചന്ദ്രി വിളിക്കണേ. ആ ചന്ദ്രി പറ. അത് പിള്ളേർക്കൊരു തെറ്റ് പറ്റിയേടി. പറഞ്ഞ കേക്കണ്ടേ? ഓ എല്ലാം പറഞ്ഞു പോലെ. എന്താ എന്താ പറഞ്ഞു ചേച്ചി? എന്താ പറഞ്ഞു? ഇനി അങ്ങോട്ട് ചെല്ലണ്ട, അവള് വീട്ടിലോട്ട് പോണെന്ന്. ആശാനെ എന്റെ കല്യാണം മുടങ്ങി. ആശാനല്ലേ പറഞ്ഞത് ജീവിതം എന്ന് പറഞ്ഞ ആശാന്റെ വർക്ക്ഷോപ്പിലെ വണ്ടി പോലെയാണെന്ന്. ഇത് ഞാൻ ഏത് വണ്ടി? കട്ടപ്പുറത്തിരിക്കണ വണ്ടി. അപ്പൊ എന്റെ ജീവിതമാ കട്ടപ്പുക